ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണ്. ഞാൻ 2011 മുതൽ, അതായത് നേരത്തെ എല്ലാ ദൈവങ്ങളും ഒന്നാണ്, എല്ലാ ശക്തിയും ഒന്നാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നതെന്നാണ്. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. എനിക്ക് വൈഫ്, 2 പെൺമക്കളാണ്. ഞാൻ 1991 മുതൽ 2011 വരെ UAE-യിലായിരുന്നു. ഞാൻ ജോലിയൊക്കെ സിവിൽ എഞ്ചിനീയറാണ്. അങ്ങനെ 19 വർഷം അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് 2011 ഞാൻ ഓയിൽ ഫീൽഡിൽ അഡ്നോക്കിൻ്റെ ഒരു പ്രോജക്റ്റിലായിരുന്നു. പ്രോജക്റ്റ് മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാലുകൾക്കൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ ഒരു 450 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ അക്കോമഡേഷൻ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് ഷാർജയിലാണ്. അങ്ങനെ ഞാൻ സെൽഫായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അങ്ങനെ കാലിൽ വേദനയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടറുണ്ട്. അദ്ദേഹം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല സുരേഷ്, അത് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരിക്കുന്നു. അങ്ങനെ ഞാൻ 2011 നവംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് രാത്രിയിലൊക്കെ ഉറക്കക്കുറവ്, പ്രഷറൊക്കെ വേരിയേഷൻ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥിരം അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഡോക്ടറാണ്, അവിടെ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പം ഫ്രണ്ട് എന്നോട് അങ്ങനെ ചോദിച്ചു, പറഞ്ഞു ഏതായാലും നാട്ടിൽ വന്ന് ഒന്ന് അന്വേഷിക്കുക, അല്ല കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്പനിയിൽ നിന്ന് പെർമിഷൻ മേടിച്ചു. അങ്ങനെ ഞാൻ വന്ന് 2011 നവംബറിൽ വന്നു. അപ്പോൾ ഈ കാലിന് വേദന വരുമ്പോഴത്തേക്ക് കാലിൻ്റെ ഈ 2 കാലിന് ഇന്നർ ഭാഗങ്ങളിൽ ഞരമ്പിന് ഒരു ബ്ലാക്ക് സ്പോട്ട് കാണും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് നോക്കി. അന്നേരം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇന്നർവെയിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഉത്രാട തിരുനാളിൽ ഡോക്ടറെ കണ്ടു. നമ്മൾ വർഷം കണ്ടിട്ട് ചെക്കപ്പ് ചെയ്ത് വന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞ് സുരക്ഷ കുഴപ്പമൊന്നുമില്ല, everything is okay എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ 7 മണിക്ക് എൻ്റെ വീട് കരുനാഗപ്പള്ളി. അങ്ങനെ വീട്ടിലോട്ട് വന്ന് ചോദിച്ചു, അല്ല സുരേഷ് എന്തിയെന്ന് ചോദിച്ചു. ഞാൻ അവിടെ വന്ന് കണ്ടിട്ട് പോയെന്നാണ് ഡോക്ടർ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ ഒരു മകൻ ട്രിവാൻഡ്രത്തുണ്ട്, അവിടെ ഞാൻ താമസിച്ചു. അങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് എന്തിയ സുരേഷ് പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞു, ഉത്രാട തിരുനാൾ SUT. അപ്പം പിന്നെ അവർ വീട്ടിൽ നിന്നും ആരോ ഡോക്ടർ പറഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞ് അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോയി. എന്താ ഡോക്ടറെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, കുഴപ്പമില്ല, ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും നോക്കി. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡിൻ്റെ ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് അത് നമ്മുടെ ബ്ലഡിൽ 3 പാർട്ടാണ്. നമ്മുടെ WBC വെള്ള കോശാംശം, ചുവന്ന ബ്ലഡ്, പിന്നെ പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ ഇത് 3ൻ്റെയും ഇത് നോക്കിയപ്പോഴത്തേക്ക് വളരെ അബ്നോർമലായിരുന്നു. കാരണം നമ്മുടെ WBC എന്ന് പറഞ്ഞാൽ ബ്ലഡ് കോശം നമുക്ക് മാക്സിമം ഒരു 10,500 മതി. അതൊരു 65,000 70,000-ഓളമായി. അപ്പോൾ ഏകദേശം എൻ്റെ ബ്ലഡ് ബ്ലാസ്റ്റ് ആയതാണ്. അപ്പം അത് ഒരു കോമ്പിനേഷനും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് എൻ്റെ മുഖത്ത് നോക്കുന്നില്ല ഡോക്ടർ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, എന്താ ഡോക്ടർ, എന്താ കുഴപ്പമില്ല സുരേഷേ, എൻ്റെ മറ്റ് ഓർഗൻസുകളൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കിഡ്നിയും മറ്റ് ലിവറും എല്ലാം നോക്കി. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിനൊന്നും കുഴപ്പമില്ലാതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് RCCയിലോട്ട് ഞാൻ റെഫർ ചെയ്യാൻ പോകും. അപ്പം ഞാൻ മാത്രമല്ല അവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അതെന്തിനാണ് ഡോക്ടർ, ഇല്ല കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി അതൊന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വൈഫൊക്കെ പെട്ടെന്ന് വന്നു. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് നമുക്ക് പറയാമല്ലോ, ഞാൻ 15 വർഷം ഞങ്ങൾ കുടുംബമായിട്ട് ദുബൈയിലായിരുന്നു. അപ്പം അവിടെ താമസിച്ച് കുഞ്ഞുങ്ങളവിടെ ആയിരുന്നു. അങ്ങനെ പിന്നെ വെക്കേഷൻ ടൈമിൽ വന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ വൈഫൊക്കെ വളരെ പ്രശ്നമായിരുന്നു, നമുക്ക് ഇനി ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്, നമ്മളായിട്ടൊന്നും ചെയ്തില്ലല്ലോ, ഏതായാലും വന്ന് നമ്മൾ ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ RCCയിൽ പോയി. അങ്ങനെ അവിടെയും കുറേ ദിവസം അങ്ങനെ പോയി പല ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ പിന്നെ അവിടുത്തെ ഓൺകോളജിയുടെ ഹെഡിനെ റെഫർ ചെയ്ത് അങ്ങനെ ഞാൻ കണ്ടു. ഡോക്ടർ അന്ന് അവിടെ ഇല്ല, പക്ഷേ എന്നിരുന്നാലും അവരുടെ അസിസ്റ്റൻ്റ് മുഖാന്തരം ഞാൻ അവിടെ അഡ്മിറ്റഡായി. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് എൻ്റെ ബ്ലഡിൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അത് വീണ്ടും അത് കൂടി. WBC 65 എന്നുള്ളതൊക്കെ 75,000-75,000-ഓളം പോകുന്നു. അപ്പം അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അപ്പം എൻ്റെ ബ്രദറും ദുബൈയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പുള്ളി പെട്ടെന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു വേണ്ട, നമുക്ക് വെല്ലൂർ പോകാമെന്ന്. അപ്പോൾ പിന്നെ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് അങ്ങനെ പോകണ്ട, ഏതായാലും ഇവിടെ വന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം, നമ്മളായിട്ടൊന്നും ചെയ്തില്ല. എന്തോ എനിക്കറിയില്ല, എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ. കാരണം ഞാനെല്ലാം നല്ലതായിട്ട് ചെയ്യുന്നെന്നുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. പിന്നെ
എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നുണ്ട്, എല്ലാം ഒന്നാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് അത് പിന്നെ ഡോക്ടർ പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ നിൽക്കുക, മെഡിക്കൽ സയൻസിലൊരു 3% ഉള്ളൂ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു. ഹാർഡ്ലി ഒരു 3 months അല്ലെങ്കിൽ 6 months വരെ ഉള്ളൂ ജീവൻ കിട്ടാൻ പറ്റുന്നെന്ന് പറഞ്ഞു. പിന്നെ അതൊന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടെ ഞാൻ പോയത്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ നിന്ന് എനിക്കതാണ് നമ്മുടെ വചനം പറയുന്നതാണ്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു ശക്തി എനിക്ക് കിട്ടിയത്. പക്ഷെ അന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ കർത്താവും മറ്റ് ഹൈന്ദവ പ്രകാരമുള്ള എല്ലാ ഗണങ്ങളും അതുമാതിരി മുസ്ലിം വിശ്വസിക്കുന്ന ദൈവം എല്ലാം ഒന്നാണെന്നുള്ള ധാരണ തന്നെ ഞാനിരിക്കുന്നു. പക്ഷേ ഇത് ഞാൻ പറയാമല്ലോ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അല്ലെങ്കിൽ എനിക്ക് നല്ല പാക്കേജും ഭയങ്കര ശമ്പളമൊക്കെ ഉള്ള ഒരു ആളായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തു. നാട്ടിൽ വരണ്ടാന്നൊക്കെ ധരിച്ചൊക്കെ ഇരുന്നാണ്. അപ്പോൾ എന്നെ പിടിച്ച് ദൈവം പൊക്കിയെടുക്കാറുണ്ട്. അതായത് പൊക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിലെടുത്ത് വലിച്ച് മാറ്റുന്ന മാതിരിയാണ്. നീ അങ്ങോട്ട് പോകണ്ടടാ ഇങ്ങോട്ട് പാടാൻ പറയുന്ന മാതിരി അങ്ങനെ മാറ്റി എന്നെ അന്നൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അതാണ് ദൈവം കണ്ടുവച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒരു സഹോദരി കർത്താവിൽ വിശ്വാസമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് മകനെ നീ ഇത് പിന്നെ നമ്മുടെ ഹൈന്ദവ പ്രകാരമുള്ള വിശ്വാസത്തിൽ തുടങ്ങിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിനക്കുന്നത് ഇപ്പോൾ ജീവനുള്ള ദൈവത്തെ വിളിക്കാൻ പറ്റും. അപ്പം ഞാനെന്തുവാ ഈ ഒരു അവസ്ഥ നീക്കുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തടുക്കും. കാരണം ഞാൻ നേരത്തെ അറിഞ്ഞതാണ്. ഞാൻ ഗൾഫിലുള്ളപ്പോഴും ഞാൻ ഈ കൂട്ടായ്മയ്ക്കൊക്കെ പോകും. എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊക്കെ ചേച്ചി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി അന്ന് ബൈബിളാണ്, ചേച്ചിയുടെ കയ്യിലുള്ള ബൈബിൾ ഇത് പിടിക്കണമെന്ന്. ഇതും കൊണ്ട് ഞാൻ പിടിച്ചു. അപ്പം എനിക്ക് കുറെ ചരടും അതും ഇതൊക്കെ ഉണ്ടത്. അപ്പം പറഞ്ഞ് ചേച്ചി പറഞ്ഞത് അതെല്ലാം എടുത്ത് കളയണം. അതെല്ലാം എടുത്ത് വലിച്ചു കളഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പ് RCCയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ്റെ വീട്ടിൽ ഇതെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ അഡ്മിഷന് പോയി. അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കല്ലോ, ഒരു ഡോക്ടറോട് ചോദിക്കൽ, ഡോക്ടർ ഇതെങ്ങനെ എത്ര ദിവസം കൊണ്ട് ഇത് തീരും ട്രീറ്റ്മെന്റ് എന്നൊക്കെ ചോദിക്കും. ഇവരുടെ മുഖത്ത് നോക്കിയാൽ അവർ മാറ്റിക്കളയുമായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ മറ്റുള്ള ഹോസ്പിറ്റലിലോ മറ്റുള്ള ട്രീറ്റ്മെന്റിലാണെന്നുണ്ടെങ്കിൽ അവർ പറയാം ഇത്ര കോഴ്സ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അത് മാറും. പക്ഷേ ഇത് ജീവൻ തന്ന അല്ലെങ്കിൽ കർത്താവിന്റെ ജീവനാണ്, കർത്താവിന്റെ രക്തം. അതിനകത്ത് അവർക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഫൈനൽ റിസൾട്ട് പറയാൻ പറ്റത്തില്ലെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കി വരുന്നത്. അത് നമ്മൾ അറിയേണ്ടതാണ്. അതാണ് എനിക്ക് ദൈവം തരുന്ന അവസരങ്ങൾ ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ സഭയിൽ വന്നതിന് ശേഷമുള്ളൊരു ആ വ്യത്യാസം എനിക്കിവിടെ പറഞ്ഞേ പറ്റുന്നുള്ള എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് പറയണം. നമ്മളെല്ലാവരും ദൈവം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അങ്ങനെ ഞാൻ 13 മാസം ഇൻപേഷ്യൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് RCC അവിടെ അഡ്മിറ്റഡായി. അതായത് 8 സൈക്കിൾ ട്രീറ്റ്മെന്റ് ആണ്. 8 മാസം മതി ആക്ച്വലി. അതിനിടയ്ക്ക് ഭയങ്കര ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് കയ്യിലൊരു വെയിൻ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് അത് 1.5 ലക്ഷം രൂപയുടെ ആന്റിബയോട്ടിക് കയറ്റിയിട്ട് അത് പഴുക്കുകയാണ്. അപ്പോഴും അന്നേരമൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രീറ്റ്മെന്റിനും നമ്മുടെ വെയിനിൽ കൂടെ കീമോ തെറാപ്പിയാണ്. അത് പോയിസൺ ആണ്. അത് നമ്മുടെ വെയിനിലേക്ക് ഇടുമ്പോൾ ആ ഞരമ്പ് അതുകൊണ്ട് തീരുകയാണ്. അങ്ങനെ ഓരോ ഞരമ്പുകളും തീരും. കാലിന്റെ ഞരമ്പ്, കാലിൽ കൂടെ മെഡിസിൻ തന്നു. കൈകളിൽ എല്ലാ ഞരമ്പുകളും പോയി, മുടി പോയി. നമ്മളൊരു പക്ഷി, ഒരു തൂവലില്ലാത്ത പക്ഷി മാതിരി ഒരു മാംസപിണ്ഡമായിട്ട് ഞാൻ അവിടെ 13. അപ്പം ഞാനിത് പറഞ്ഞത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാനല്ല, എന്റെ കഴിവല്ല ഇത്. എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താനാണ് ഞാനിത് ഈ അവസരം ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ സർവ്വ ആൾക്കാർക്ക് ദൈവം തന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ 13 മാസം അവിടെ കിടക്കുമ്പോഴും എൻ്റെ നട്ടലിൽ കൂടെ ഓരോ 8 സൈക്കിളുള്ളപ്പം 8 സൈക്കിളിന്റെ അവസാന ടൈമിൽ നമ്മുടെ നട്ടലിൽ കൂടെ 2 ഇഞ്ചക്ഷൻ ഉണ്ട്, കീമോ 2 ഇഞ്ചക്ഷൻ. അത് 6 ഇഞ്ച് കൂടുതൽ നീളമുള്ള സിറിഞ്ച് വെച്ചാണ് കയറ്റുന്നത്. അത് കയറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുട്ട് മടക്കി കിടത്തിയിട്ട് നമ്മുടെ നട്ടലിന്റെ ഇടയ്ക്കുള്ള വിടവിൽ കൂടെ കുത്തിക്കയറ്റും. അത് കയറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുന്ന മാതിരിയാണ്. അതൊരു പ്രാവശ്യം കിട്ടത്തില്ല. അവിടെ കുത്തുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് ചീറ്റി പോകും, അതിലവിടെ കയറി പോകത്തില്ല. അങ്ങനെ പറഞ്ഞ് ഒരു 2 ഇഞ്ചക്ഷൻ വേണ്ടി ചിലപ്പോൾ 4-6 ഇഞ്ചക്ഷൻ അത് കുത്തി നോക്കേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവർ പറയും നാളെ നോക്കണം. അപ്പൊ അങ്ങനെ സഹിക്കുക വയ്യാഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ കിടക്കുന്നത്. വേറെ എനിക്ക് ആശ്വാസമില്ല, എനിക്ക് വേറെ എന്തുമില്ല. അപ്പൊ ഇത് കയ്യിലുള്ളപ്പോൾ ഇതും പിടിച്ചോണ്ട് കിടക്കും. അതുപോലെ ഈ ഓരോ ട്രീറ്റ്മെന്റിന്റെ എൻഡില് ഈ 2 ഇഞ്ചക്ഷൻ നട്ടലിൽ തരുമ്പോൾ എന്ത് ചെയ്യും, ഞാനിത് അതിന് മുമ്പായിട്ട് ഇങ്ങനെ പിടിച്ചു പോലെ എന്റെ ദൈവമേ
ഒറ്റ ഇഞ്ചക്ഷൻ 2 ഇഞ്ചക്ഷനിൽ ഇത് കയറിയേ പറ്റുള്ളൂ എന്ന് പറയും. പിടിച്ച് ഞാനങ്ങ് പിടിക്കുമായിരുന്നു. അങ്ങനെ പിടിച്ച് അത് ആ ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുന്നതിന് മുമ്പ് ലാസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവം തന്ന ആലോചനയാണ്, ഞാൻ ഇനി ജീവിക്കുവാണെങ്കിൽ മരിക്കുവാണെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ കൂടെ ചേർന്നിട്ടേ ഞാൻ ഇനിയും അടുത്ത ട്രീറ്റ്മെന്റ് എടുക്കുള്ളൂ തന്നെ നിർബന്ധപൂർവ്വം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദൈവം ആലോചന തന്നു. അങ്ങനെ ഞാൻ അന്നേരം എൻ്റെ വൈഫിനോട് പറഞ്ഞു. വൈഫൊക്കെ അന്നേരമൊക്കെ പറഞ്ഞാൽ ഒരു പെൻസിൽ മാതിരിയായി. എന്നെക്കാളും കൂടുതൽ പ്രയാസം എടുക്കുന്ന എൻ്റെ വൈഫായിരുന്നു. രാവും പകലും എനിക്ക് വേണ്ടി ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് ഓടാനും തുണി നനയ്ക്കാനും ആഹാരം ഉണ്ടാക്കാനും അതുമാതിരി ഇതിന്റെ പ്രധാന ഒരു വിഷയം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് മേടിക്കുന്നതാണ്. അതിന്റെ റിസൾട്ട് എങ്ങനെയാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയില്ല. അതിന്റെ ടെൻഷൻ ഇതെല്ലാം കൂടെ എടുത്ത്, അത് മാത്രമല്ല ഈ ട്രീറ്റ്മെന്റ് ടൈമിൽ 13 മാസം ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞങ്ങള് പേവാർഡിലെടുത്തു. അങ്ങനെ എൻ്റെ വൈഫ് ഈ കഥ അടച്ചു വെക്കും. കാരണം ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പല വ്യക്തികളും ഓരോ ദിവസം ഓരോ ഡെഡ് ബോഡിയുമായിട്ടായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ അത് ഞാൻ കാണേണ്ട, എനിക്ക് ഭയം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് എന്തോ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ദൈവം തന്നെ ആ ഒരു വലിയ ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ആ ട്രീറ്റ്മെന്റിന്റെ അവസാന സമയത്ത് 8ാം സൈക്കിൾ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് എൻ്റെ മനസ്സിൽ കിട്ടുന്നത്, ഞാൻ കർത്താവ് ആയതിനു ശേഷം എന്താ, ഞാൻ വൈഫിനെ നിർബന്ധിച്ചില്ല. കാരണം നമ്മൾ അങ്ങനെ നിർബന്ധപൂർവ്വം ചെയ്യുന്നത് ഒരു പക്ഷെ എന്താകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ സ്നാനം വയ്ക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്നോട് വൈഫ് പറഞ്ഞ്, നമുക്ക് 2 പേരും 2 തട്ട് വേണ്ട, നമുക്ക് ഒരുമിച്ച് തന്നെ സ്നാനം വെക്കാമെന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, നമ്മളെ കണ്ട ദൈവം എന്ന് പറഞ്ഞാൽ എത്രയും വിശ്വസ്തനാണെന്നുള്ളത് എന്റെ സാക്ഷ്യത്തിൽ കൂടെ ഞാൻ പറയാണ്. എന്റെ കഴിവോ മിടുക്കോ അല്ല, എന്റെ സർവശക്തനായ ദൈവം നമുക്ക് തന്നെ ആ ഒരു കൃപ, ദൈവത്തിന്റെ കൃപയിൽ കൂടെ ജീവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ 13 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 2023 വരെ ഫോളോ അപ്പ് ഉണ്ട്. മരുന്നും അത് കീമോ ഗുളികയാണ് കഴിക്കുന്നത്. അപ്പൊ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു വിധത്തിലൊക്കെ ആരോഗ്യമായി, 72 കിലോ ആയത് 55 കിലോ ആയി. അങ്ങനെ പോയി, അങ്ങനെ ഒരു വിധത്തിലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ അതാണ് ഇതൊന്ന് ചിപ്പി സിസ്റ്റർ നമ്മളൊരു കൂട്ടായ്മയിൽ, നമ്മുടെ ഓൺലൈൻ കൂട്ടായ്മയിൽ പറഞ്ഞായിരുന്നു, നമ്മൾക്ക് ആത്മാവിനെ ദൈവം നമ്മുടെ എല്ലാ ശരീരങ്ങളും പകർന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൽ പകർന്നിട്ടുണ്ട്. പക്ഷേ ഈ പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലും ബോഡിയിലേക്കും അത് കൊണ്ടുവരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള. ആത്മാവിൽ ശക്തി പ്രാപിച്ചു കിടക്കുകയാണ്. അപ്പം ആ ശക്തി നമ്മുടെ ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും ഭാരപ്പെടണ്ട. പക്ഷെ ഭൂരിഭാഗം പേരും എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മാവിലുള്ള ശക്തി അവിടെ നിലനിർത്തിയിട്ട് ദേഹവും നമുക്ക് വേണ്ട കാര്യത്തിന് പോകും. ഡോക്ടറെ കാണാൻ പോകും, മരുന്ന് മേടിക്കാൻ പോകും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റിന് പോകും. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കാരണം അപ്പം എനിക്കറിയാം ദൈവം എന്നെ ദൈവം നിർത്തി എൻ്റെ ദൈവമാണെന്ന് എനിക്കറിയാം, കർത്താവാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനെന്തോ മനസ്സ് വിചാരിക്കും, എൻ്റെ കർത്താവിന് അത്രയും ഞാൻ ഇതിനെ ലോഡ് കൊടുക്കുന്നത്. ഞാനിന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ മേടിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിന് കർത്താവിന് അതിന്റെ ലോഡ് കുറയുമല്ലോ എന്നുള്ള വിചാരിച്ചത്. ആ വിധം അതെന്ന് പറഞ്ഞാൽ എൻ്റെ പിശാചിന്റെ വലിയൊരു തന്ത്രമായിരുന്നു. നമ്മളൊക്കെ നിരന്തരം വേട്ടയാടാൻ ശ്രമിക്കുന്നത്. അതായത് തലയില്ലാത്ത ഈ പിശാച് നമ്മളെ പലപ്പോഴും നമ്മളെ അങ്ങനെ തെറ്റിക്കും. കാരണം കർത്താവിനെ തന്നെ പറയുന്നുണ്ടല്ലോ, പച്ചപരമായ എന്നെ ഇത്രയും ഈ പിശാച് തന്ത്രവും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഉണക്കപരമായ നമ്മളെ എത്ര അധികം ചെയ്യുമെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ മക്കളായ ദൈവമക്കളായ എല്ലാവരും അത് തിരിച്ചറിയാം. കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കൂടെ പോയി. ഒരുമാതിരി കുഴപ്പമില്ല, ബ്ലഡൊക്കെ നോർമലാണ്. പിന്നെ 2025 ഈ വർഷം ഫെബ്രുവരിയിൽ നോക്കിയപ്പോൾ എനിക്ക് വീണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആകത്തോടെ, കാരണം ഞാൻ കർത്താവാണ് എന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും ആ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തതിന്റെ ആ ഒരു ഇത് കാഴ്ചകൾ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പം എൻ്റെ മനസ്സിലുള്ള കോൺഫിഡൻസ് പോകുന്നു കർത്താവിലുള്ള. അപ്പം ഞാൻ കർത്താവിനെ ഇവിടെ പറയാം, എന്താ കർത്താവ്, ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്താണ് എന്നെ ഇങ്ങനെ ആക്കുന്നത്, ഇത്രയും ഞാൻ അനുഭവിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പറയാമല്ലോ, അപ്പം കഴിഞ്ഞപ്പോഴുണ്ട് എനിക്ക് എൻ്റെ യൂറിനില് ആൽബമിന്റെ കണ്ടന്റ് ഒരു പ്രതീക്ഷയില്ല ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഞാൻ വളരെ കൺട്രോൾഡായിരുന്നു, ഫുഡ് കൺട്രോൾഡായിരുന്നു, നടക്കും ഈ സമയങ്ങളിലൊക്കെ എല്ലാം നോക്കി ചെക്കപ്പൊക്കെ ചെയ്യും, കിഡ്നിയൊക്കെ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു 3-4 മാസം ആയപ്പോഴത്തേക്ക് അറിയാതെ യൂറിനിൽ പത വരുന്നു, ആൽബമിൻ കണ്ടന്റ് കൂടുതലാണ്. പക്ഷെ അത് ഞാൻ ഡോക്ടറോട് പോയി പറഞ്ഞു. ഒരു എൻഡോക്രോളജിസ്റ്റ് ഉണ്ട്, അതായത്
ഡയബറ്റിക്കൽ ഡോക്ടറല്ല, എൻഡോക്രോണോളജിസ്റ്റ്. അതായത് നമുക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സൈഡായിട്ട് വരുന്ന രോഗങ്ങളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് വയ്യ, എനിക്കറിയാം, എൻ്റെ ഫീലിംഗ് എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് ഞാനത് വീണ്ടും ഞാൻ തന്നെ പോയി ടെസ്റ്റ് നോക്കിയപ്പോൾ അന്ന് കണ്ടതിനേക്കാൾ ഇത് ആ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന ആൽബം കണ്ടന്റ്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പോയി ആയുർവേദം ഒന്ന് കാണിച്ചു. ആയുർവേദം കൊണ്ട് കാണിച്ച് അപ്പോൾ അത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലേ, മാറ്റി തരാമെന്ന്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ 10 മടങ്ങ് വീണ്ടും കൂടും. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെ ഞാൻ വിട്ടു. കാരണം എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ ആ ഒരു അവസ്ഥയിലേക്ക് വന്ന് ഞാൻ അങ്ങ് ഇനേട്ടായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും, എൻ്റെ ഫുഡ് എത്ര കൺട്രോൾ ചെയ്താലും, ഞാൻ എത്ര എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും എന്നെ ഇനി ബലപ്പെടുത്തുകയില്ല. ഞാൻ അതങ്ങനെ തീരുമാനിച്ചു. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പറയുന്നില്ല. കുഞ്ഞുങ്ങളെ വിളിക്കാൻ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഒരാൾ UK ലണ്ടനിലാണ്, ഒരാൾ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവരോട് എന്തെങ്കിലും വിളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല മക്കളെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറയും. പക്ഷെ അവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ, അതായത് ഒക്ടോബർ 10-ലാണ് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് കോന്നിലുള്ള ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഇവിടെ നേരത്തെ കന്നാപ്പള്ളി ശുശ്രൂഷ ചെയ്തത്. അപ്പോൾ അതെന്നാണ് ഞാൻ പറയുന്നത്, എനിക്കൊരു നല്ല പാസ്റ്ററെ എനിക്ക് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. അതാണ് ആ ദൈവത്തിൻ്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു പാസ്റ്റർ എനിക്ക് കണ്ടുപിടിച്ച് വേണം. അങ്ങനെയാണ് പറഞ്ഞ ബ്രദറെ, ഒരു കുഴപ്പമില്ല, ശനിയാഴ്ച കോന്നിൽ ഒരു പാസ്റ്റർ വരുന്നുണ്ട്, ചങ്ങനാശ്ശേരി എന്നൊരു പാസ്റ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പം അത് എന്നോട് പറഞ്ഞ് അവിടോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഫിസിക്കലി ഞാൻ സൗണ്ടല്ല, എനിക്കത് പറ്റത്തില്ല, പിന്നെ പാസ്റ്റർ നമ്പർ കിട്ടുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി, പാസ്റ്റർ അങ്ങനെ പറഞ്ഞൊക്കെ വീണ്ടും പോയി മറ്റേ കൂട്ടായ്മ സഭയിലേക്ക് പോയിട്ട് പാസ്റ്ററിൻ്റെ നമ്പർ എനിക്ക് മേടിച്ചിട്ട് പറഞ്ഞ് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്റ്ററിനെ വെള്ളിയാഴ്ച വിളിച്ചു, ഒക്ടോബർ 10 വെള്ളിയാഴ്ച ഞാൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ പാസ്റ്റർ, എൻ്റെ പേര് സുരേഷ് നാഗർ, നാപ്പിളി എന്നാണ് വിളിക്കുന്നത്, എനിക്ക് പാസ്റ്ററിനോട് എൻ്റെ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഇത് പറയണം. പാസ്റ്റർ എടുത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല, പിന്നെ ശനിയാഴ്ച അവിടെ വരാൻ പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ വാട്സപ്പിൽ വീഡിയോ ഇടാൻ പറഞ്ഞു, അങ്ങനെ വൈഫിനെ വിളിക്കാൻ പറഞ്ഞു, അങ്ങനെ വിളിച്ചു. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനത് അപ്പോൾ തന്നെ ഞാനത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. ഞാൻ അങ്ങനെ ഏറ്റെടുത്ത് അങ്ങനെ പാസ്റ്റർ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു പിടിച്ചോണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറയുന്നത്, നമ്മൾ പലയിടത്തും പോകാറുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ആ വിശ്വാസത്തിൽ ഞാൻ ആ പ്രാർത്ഥന ഞാൻ ഏറ്റെടുത്തിട്ട് എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഓൺലൈൻ മീറ്റിംഗ് എടുക്കുക, എനിക്ക് ലിങ്ക് തരാം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഞാൻ എന്തായാലും നിർബന്ധം പറഞ്ഞ് എനിക്ക് കരുനാഗപ്പള്ളിയിൽ ആരാധന, അവിടുന്ന് ഞാനും വൈഫും കൂടി ഇവിടെ വന്നു. അങ്ങനെ ആ 10 കഴിഞ്ഞുള്ള ഞായറാഴ്ചക്ക് ഞാൻ ഇവിടെ പങ്കുകൊണ്ടു. അപ്പം ഞാൻ വലിയ ടെൻഷൻ അടിച്ചായി റിപ്പോർട്ട് കൊണ്ടൊക്കെ വന്നത്. ഇത് പാസ്റ്റർ എന്ന് കാണിക്കണം, പാസ്റ്റർ എടുത്തിട്ട് കൊണ്ട് ഇതെന്തോന്ന് ഇത് വലിച്ചു കളയാൻ പാടില്ല. അപ്പം ഞാനതാ പറഞ്ഞു, എൻ്റെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി എൻ്റെ ദേഹത്തിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പാസ്റ്റർ എന്ത് പറയുന്നത്, ഇത് റിപ്പോർട്ടല്ലേ, അവർ ഇത് വലിച്ചു കളയാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് എന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തിയിട്ട് എന്നെ കൊണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരു വിഷയമല്ല എന്ന് പറഞ്ഞു. ഇതൊരു വിഷയമല്ല, കർത്താവിൻ്റെ മുമ്പിൽ ഇതൊരു വിഷയമല്ല എന്ന് പറഞ്ഞത്. കാരണം ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നത്, നമ്മൾ ഓരോരുത്തരെയും ദൈവം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സഭയിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് പാസ്റ്ററിലൂടെ നമുക്കത് വെളിപ്പെട്ട് വരുള്ളൂ. പാസ്റ്ററിനെ നിലനിർത്തുന്നത് കർത്താവായ യേശുവാണ്. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ട് ആ കർത്താവിൽ നിന്ന് കിട്ടുന്ന ആ വലിയ ദാനം അത് വാസിൽ കൂടെ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ആത്മാവും ദേഹവും ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ രോഗം ഒരു പ്രശ്നമല്ല, നമ്മുടെ ഭാരം ഒരു പ്രശ്നമല്ല, നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഒരു വിഷയമല്ല. കാരണം നമ്മുടെ ഭാരങ്ങളെ കർത്താവിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആകുകയാണ്. അപ്പൊ ആ ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി പറയാം ആ ഊർജ്ജം കിട്ടുള്ളൂ. ഞാനിപ്പോൾ ആ കിഡ്നിയുടെ റിപ്പോർട്ടാണ് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച കാണിച്ചു. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ പോയി ഡോക്ടറെ കാണുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ റിപ്പോർട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ യൂറിൻ ഈ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് ബ്ലഡ് ക്യാൻസർ സൗഖ്യപ്പെട്ട കാര്യം പറയുന്നത് ചെറിയ കാര്യമല്ല.
അപ്പോൾ ഇതിനകത്ത് കിഡ്നിയുടെ പ്രശ്നം ഞാൻ ബ്ലഡ് ക്യാൻസർ എൻ്റെ ശരീരത്തിൽ ഇല്ല എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ അസൗഖ്യമായിരിക്കും, പൂർണ്ണമായിട്ട് ഞാൻ കർത്താവ് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും ഭാരമില്ല. എനിക്കിപ്പോൾ ആ ഒരു ശക്തി എന്നിൽ കിട്ടിയത് കാരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ഒരു തലത്തിലല്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ എൻ്റെ പൂർണ്ണമായി എനിക്ക് ഉറച്ചു പറയാണ്, എൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഒരു ഒറ്റ അണുക്കൾ പോലും ഇല്ല. കർത്താവ് മാറ്റും. അതിനെനിക്ക് ഈ സഭയിൽ കൂടെ മാത്രം എനിക്ക് കൂടുതൽ ശക്തി എനിക്ക് പ്രാപിച്ചു കിട്ടി. അപ്പം പ്രത്യേകിച്ച് കിഡ്നിയാണ്. കിഡ്നി പോയി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന അവസ്ഥ. ആ ഒരു ടെസ്റ്റിലേക്ക് ഞാൻ 30-ാം തീയതി സെപ്റ്റംബർ 30-ന് ഈ റിപ്പോർട്ടാണ് ഞാൻ പാസ്റ്ററിനെക്കാട് ഞാൻ പറ്റിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് സ്പോട്ട് യൂറിൻ ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 അതിൻ്റെ യൂണിറ്റ് 20 താഴെ വേണം. അന്ന് നോക്കിയപ്പോഴത്തേക്ക് 1555 ഇത് നേരത്തെ നോക്കിയപ്പോഴും ഇതിൽ കുറവായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ആയുർവേദമൊക്കെ കഴിച്ചു നോക്കി, എന്നാൽ ശരിയായില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇത് നമ്മുടെ ഞെട്ടിക്കുന്ന റിസൾട്ട് വന്നത്. അതിനുശേഷം അതിനകത്തുള്ള ഒരു യൂറിനിൽ കാണുന്ന ക്രിയാറ്റിനുണ്ട് 1.88. അതുപോലെ സ്പോട്ട് യൂറിൻ മൈക്രോ ആൽബുമിൻ റേഷ്യോ ഉണ്ട്. അത് നമുക്ക് വേണ്ടത് 30 വരാവുള്ളൂ. ഇത് അന്ന് നോക്കുമ്പോൾ 827 ഉണ്ട്. ഇതൊക്കെ നമുക്ക് എനിക്ക് നേരത്തെ ബ്ലഡിൽ 75,000 WBC വന്ന മാതിരി ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ നീങ്ങുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ പാസ്റ്റർ ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇതിന് ശേഷം ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. പ്രഷറിന്റെ മരുന്ന് മാത്രമേ എനിക്ക് നെഫ്രോളജിസ്റ്റ് തന്നുള്ളായിരുന്നു. ഞാൻ ഡയബറ്റീഷ്യനെ കണ്ടിട്ട് ഡയബറ്റീഷ്യൻ പറഞ്ഞു നെഫ്രോളജിസ്റ്റിനെ കാണും. ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഞാൻ ആദ്യം RCCയിൽ പോയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കാതാണ് ഇപ്പോഴും ഈ യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫ് ചോദിച്ചത് റിക്കവറി ചെയ്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്നേ പറഞ്ഞു. നമുക്കൊരു കോൺഫിഡൻസ് തന്നില്ല. അപ്പോൾ എന്താ ചെയ്തത്, ഒരൊറ്റ പ്രഷറിന്റെ ചെറിയൊരു ഗുളിക എന്ന് പറഞ്ഞത് പൊക്കോ കഴിച്ചു. കാരണം ഇതിനകത്ത് വലിയ ട്രീറ്റ്മെന്റ് ഇല്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഡയാലിസിസ് വല്ലതും ചെയ്യാനായിട്ട് വിടുകയുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് കയറി അതായത് നമ്മുടെ ഓൺലൈൻ പ്രേയറിൽ കൂടെ പാസ്റ്ററിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള, ഞാൻ വെള്ളിയാഴ്ച മാത്രമേ വരുന്നുണ്ടെങ്കിൽ കൂടെ ആ വചനത്തെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഉൾക്കൊള്ളുകയാണ് ഞാൻ പഠിക്കുന്നത്. ആ ശക്തി എനിക്ക് ഞാൻ പറയാനുള്ള എൻ്റെ ആത്മാവിൽ കിട്ടിയ ശക്തി ഞാൻ എൻ്റെ ദേഹത്തിലേക്ക് ഞാൻ പകർന്നു കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ അതിന്റെ മാറിയത് ഞാൻ കാണിക്കാം. ആദ്യത്തെ നോക്കണം, സ്പോട്ട് യൂറിൻ ആൽബുമിൻ 1555. അതിപ്പോ മാറിയിട്ട് 108. അത് പൂർണ്ണമായി മാറിയെന്ന് പറയാം. അപ്പം അത് അങ്ങനെ മാറ്റി. അതുപോലെ 1.88 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് 2.59 വരെ വരാം. ആ 1.88 എന്നുള്ളത് 1.49 ആക്കി തമ്മിലെത്താം. പിന്നെ 827 യൂറിൻ ആൽബുമിൻ റേഷ്യോ യൂറിനിലെ 827 എന്നുള്ളത് അതിവിടെ പോയി 72 മാറി. കർത്താവിന്റെ ആ ഒരു പ്രവർത്തനം നമുക്കതാണ്. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ സഭയിലുണ്ട്. ആ വിശ്വാസം ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൽ പറയുന്നു. ആ ഒരു ശക്തി നമ്മളിൽ ഓരോരുത്തരും വ്യാപിക്കണം. അത് ഏത് സഫറിംഗ് ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അനുഗ്രഹപ്പെട്ട ഒരു സഭ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ കരുനാപ്പള്ളിയില വരുന്നെങ്കിലും പോലും വെള്ളിയാഴ്ച ഞാൻ വരുന്നുണ്ട്. അവിടെ ഒരു കുറച്ച് പേരേ ഉള്ളൂ. ആ സഭ കളയണ്ടാലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഞായറാഴ്ച ഇവിടെ നിൽക്കുന്നത്. ചങ്ങനാശ്ശേരി ന്യൂ ജെറുസലേം ചർച്ചിൽ ആത്മീയ ആരാധനയും വചന ശുശ്രൂഷയും, അത്ഭുത രോഗശാന്തിയും വിടുതൽ ശുശ്രൂഷയും ബ്രദർ മാർട്ടിൻ തോമസ് ശുശ്രൂഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 വരെയും വെള്ളിയാഴ്ച 10 മുതൽ 1 വരെയും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്വാഗതം. കോൺടാക്ട് us ന്യൂ ജെറുസലേം ചർച്ച്, മൂലേക്കളം ബിൽഡിംഗ്, അരമനപ്പടി, ചങ്ങനാശ്ശേരി PO. Our numbers 9446570621, 9847775952. Email Brother Martin Thomas njc@gmail.com. Website www.newjerusalemchurch.org.in.